നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വാരണാസിയിലുള്ളത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഇന്ന് ഘാട്ടിലൂടെ ഒരു നടത്താനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ദശാശ്വമേധ് ഘാട്ടിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ദശാശ്വമേധ് ഘാട്ട്. പേര് പോലെ തന്നെ 10 കുതിരകളുടെ സൂര്യൻ ശിവഭഗവാൻ്റെ, അതിനാണ് ദശാശ്വമേധ്. 10 അശ്വങ്ങൾ, 10 കുതിരകൾ. അപ്പോൾ ഇവിടുത്തെ ഈ ഘാട്ടിൽ നിന്ന് ഇന്ന് നേരെ നമ്മൾ പോകുന്നത് അസി ഘാട്ടിലേക്കാണ്. ദശാശ്വമേധ് ഭവനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ യാത്ര തുടങ്ങുന്നതാണ്. ഒന്ന് ദശാശ്വമേധ് ഘാട്ട്. ഇന്നലെ നമ്മൾ പോയത് വലത്തോട്ടാണ്, ഇന്ന് നമ്മൾ ഇടത്തോട്ടാണ് പോകുന്നത്, റൈറ്റ് സൈഡാണ് പോകുന്നത്. ഇന്ന് വലത്തോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാശി വിശ്വനാഥ ക്ഷേത്രം, മണികർണിക ഘാട്ട് മുതൽ വാരണാസി ബ്രിഡ്ജ് വരെ യാത്ര. റൈറ്റ് സൈഡ് നമ്മൾ അസി ഘാട്ടിലേക്കാണ് പോകുന്നത്. ആദ്യം കാണുന്ന ഘാട്ടാണ് അഹില്യഭായ് ഘാട്ട്. ഒരു ഫേമസ് ചരിത്രമായി റിലേറ്റഡ് ഒരു പേരാണ്. ഘാട്ടിലെ നടത്തം തുടങ്ങിയിരിക്കുകയാണ്. ആദ്യമായിട്ട് അഹില്യഭായ് ഘാട്ടാണ്. സമയം 2 മണി. 6 മണിയാകുമ്പോഴാണ് ഗംഗാ ആരതി നടക്കുക. ദശാശ്വമേധ് ഘാട്ടിലും പിന്നെ അസി ഘാട്ടിലാണ് നടക്കാറ്. ദശാശ്വമേധ് ഘാട്ടിൽ നടക്കുന്ന ആരതിയുടെ സ്ഥലങ്ങൾ 2 ഇടത്ത് നടക്കും. അതായത് ദശാശ്വമേധ് ഘാട്ടിൽ തന്നെ 2 ഭാഗത്തായിട്ട് നടത്തും ഈ ഗംഗാരതി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന അസി ഘാട്ടിൽ, അവിടെയാണ് നടക്കുക. അപ്പം ഞാൻ ഇന്ന് അസി ഘാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് ഗംഗാരതി കാണാം. അടുത്ത ഘാട്ടാണ്, ഈ ഘാട്ടിൻ്റെ പേരാണ് മുൻഷി ഘാട്ട്. കണ്ട അപ്പുറത്ത് ഇത് ഗംഗാ നദി, അപ്പുറത്ത് മറുകരയുണ്ട്. അവിടെ ഇവിടുത്തെ ചില ആശ്രമങ്ങളും പിന്നെ ചിലപ്പോൾ വല്ല സത്സംഗങ്ങളൊക്കെ നടക്കും, പ്രഭാഷണവും മറ്റു കാര്യങ്ങൾ. അതൊക്കെ ആ ഭാഗത്താണ് സാധാരണ നടക്കുക. അല്ലാതെ വേറെ ആ ഭാഗത്ത് കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുൻഷി ഘാട്ട്. ഘാട്ടിൻ്റെ വളരെ അടുത്തിന് സ്ഥിതി ചെയ്യുന്ന വേറൊന്നാണ് ദർഭംഗ ഘാട്ട്. ഒരു ക്ഷേത്രം, ചെറിയൊരു ക്ഷേത്രമുണ്ട്. ഇതൊക്കെ പണ്ടത്തെ രാജാക്കന്മാരുടെ ഘാട്ടാണ്. അവരുടെ കൊട്ടാരങ്ങളും അതിനുമായിട്ട് ബന്ധപ്പെട്ട പുഴക്കടവുകളൊക്കെയാണ്. ഇപ്പം അതൊരു മൾട്ടിസൂട്ട് ഒരു ഹോട്ടലായിട്ട് മാറിയിരിക്കുകയാണ്. ഫോറിനേഴ്സിനും മറ്റിനായിട്ട് സ്റ്റേ ചെയ്യുന്നത്. നല്ല റേറ്റ് ഉണ്ട്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തത്ര. ഹോട്ടല് ബ്രിഡ്ജ് രാം പാലസ്, അതാണ് ഇപ്പോൾ അതിൻ്റെ പേര്. നല്ല കാഴ്ചകളാണ്. ഇത്രയും വലിയൊരു കൊട്ടാരം, നമുക്ക് എന്താ ഹൈറ്റ്. അപ്പോൾ ഡിസൈൻസൊക്കെ കിട്ടില്ലെന്നാണ് യാതൊരു സംശയമില്ല. എന്താ സന്യാസിമാർ, ഇതുവരെ ഒത്തിരി ഒറിജിനൽ സന്യാസിമാരാണോന്ന് അറിയത്തില്ല. പലതും കാശിനും അതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അടുത്ത ഘാട്ടാണ് റാണ മഹൽ ഘാട്ട്. വീണ്ടും കൊട്ടാരം പോലത്തെ കൊട്ടാരം, അതിന് ബന്ധപ്പെട്ട ഘാട്ട് തന്നെയാണ് ഇനിയുള്ളത്. റാണ മഹൽ ഘാട്ട് പക്ഷെ നല്ല കാഴ്ചയാണ്. എല്ലാം ബോട്ട് വൈകുന്നേരം 6 മണിയാകുമ്പോൾ ബോട്ടിംഗ് സർവീസ് തുടങ്ങും. നമുക്ക് ഇവിടെ നിന്ന് ഏത് ഘാട്ട് വരെ നമുക്ക് പോകാം. സാധാരണഗതിയിൽ അസി ഘാട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഘാട്ട്സ് ഉണ്ട്, പ്രൈവറ്റ് ബോട്ട്സ്. അങ്ങനെ നല്ല കാഴ്ചയായിരിക്കും വൈകുന്നേരത്തെ ആ ലൈറ്റിൽ. പക്ഷികളൊക്കെ ആ ബോട്ടിൻ്റെ അടുത്ത് മീനിൻ്റെ ഇതുണ്ട്. ബോട്ട് പോകുമ്പോൾ നല്ല മീനുകളൊക്കെ ഇങ്ങനെ സൈഡായിട്ട് വെള്ളത്തിലൂടെ അടിച്ച് കയറി. അപ്പോൾ അതിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സന്യാസിമാരൊക്കെ ഇവിടെ കുടിൽ കെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം നല്ല സന്യാസിമാരെന്ന് നമുക്കറിയില്ല. എന്നാലും
അടുത്ത ഘാട്ടിൻ്റെ പേരാണ് ചൗസത്തി ഘാട്ട്. അതൊരു കൊട്ടാരമല്ല തോന്നുന്നു, ചെറിയൊരു ടൗണ്. അപ്പം അതിൻ്റെ പ്രത്യേകത ഇവിടെ എഴുതിയിട്ടുണ്ട്. ചില ഘാട്ട്സിൻ്റെ ഒക്കെ കഥകൾ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇത് സിനോണിമസ് ഘാട്ട് സെലിബ്രേറ്റ്സ് ദ 64 or Chausat enchanting yoginis who were part of Shiv and at Shiv's command they descended in Varanasi to remove the then king Devodas. The ghat in the 18th century was made Pakka by the king Digpatiya, East Bengal. On Rangbari Ekadashi, a dip at this ghat and darshan in the temple considered auspicious. ശിവൻ്റെ ഭാഗമായിട്ടുള്ള യോഗിനീസ് ഇവിടെ വന്ന് ഇവിടുത്തെ രാജാവിനെ താഴത്തിറക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കഥയാണുള്ളത്. ഇവിടെ കുളിച്ചു വരുന്നത് നല്ലതാണെന്നുള്ളത്. വിദേശികൾ വരെ ഇഷ്ടംപോലെ വിദേശികൾ നമുക്ക് കാണാം. ഘാട്ട് വാക്ക് അത് വളരെ ഫേമസ് ആണ്. പിന്നെ ഇവിടുത്തെ പല കൊട്ടാരങ്ങളൊക്കെ നശിക്കപ്പെട്ടതാണ്. അതിനെ വീണ്ടും റീസ്റ്റോർ ചെയ്തതാണ് ഉത്തർപ്രദേശ് ഗവൺമെൻറ്. പിന്നെ ഇപ്പോഴത്തെ മോഡി സർക്കാർ ക്ലീനിങ്ങും സ്വച്ഛ ഭാരതും പിന്നെ ഗംഗാ സേവാ സമിതിയും ഒക്കെ അതിനെ സഹായിക്കുന്നുണ്ട്. നമുക്കിവിടുന്ന് ഭക്ഷണമൊക്കെ കിട്ടും. പക്ഷേ ഈ ഘാട്ടിൻ്റെ പേരാണ് ദിഗ്പതിയ ഘാട്ട്. ഇതും ഒരു രാജകൊട്ടാരം തന്നെയാണ്. കാഴ്ചയൊക്കെ നായ്ക്കളൊക്കെ അടിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു പ്രത്യേക ഡിസൈനൊക്കെയാണ് രാജകൊട്ടാരങ്ങളുടെ. വേറൊരു ചെറിയ ഘാട്ടാണ് ബബുവ പാണ്ഡെ ഘാട്ട്. എന്താ കാഴ്ച! നേരങ്ങളിൽ കാഴ്ച നല്ല അടിപൊളിയാണ്. അവിടെ നിന്ന് തന്നെ ഒരു ലൈം ടീ കിട്ടും. ഇപ്പോൾ ഇവിടെ ഈ ഘാട്ടിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ലൈം ടീ കിട്ടുവാണ്. ജസ്റ്റ് ഒരു ലൈം പിഴിഞ്ഞിട്ട് പിന്നെ അതിൽ ചെറിയ കട്ടൻ ചായ ഒഴിച്ചിരുന്നതാണ്. പിന്നെ കുറച്ച് മസാലയൊക്കെ അവർ ചേർക്കും. അപ്പോൾ നല്ല സ്പെഷ്യൽ ടേസ്റ്റാണ്. ഘാട്ടാണ് രാജാ ഘാട്ട്. घाट നാരദ് ഘാട്ടാണ്. അടുത്ത ഘാട്ടിലെ എഴുതിയത് ഷമേശ്വർ ഘാട്ടാണ്. നമുക്ക് യോഗ പഠിപ്പിക്കുന്ന ഇതൊക്കെ കാണാം. പിന്നെ ഇതാ മാലയും മറ്റേ രുദ്രാക്ഷമൊക്കെ ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ടാവും. ഇവിടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർനാഷണൽ കാശി ഘാട്ട് വാക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതാണ് അതിനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഘാട്ട് വാക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ സൈഡ് എന്ന് പറയുക വരുണ നദി അല്ലെങ്കിൽ വാരണാസി ബ്രിഡ്ജിൽ നിന്ന് അസി ഘാട്ട് വരെയുള്ള 80 ഘാട്ടുകളുള്ള വാക്കാണ്. ഇതാണ് അത് കഴിഞ്ഞു. ഷമേശ്വർ മഠ് ഉണ്ടാണ്, പോയി നോക്കാം. മഠിൽ ഘാട്ടിലെത്തിയിരിക്കുകയാണ്. ചൗക്കി ഘാട്ട്. ഇപ്പം നമുക്കിവിടെ കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, സ്റ്റാള്. വെജ് നൂഡിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. പോയി കഴിച്ചു നോക്കാം. നൂഡിൽസ് കിട്ടി. 50 രൂപയാണ് വെജ് നൂഡിൽസിന്.